രണ്ടാം പിണറായി സർക്കാർ 4ാം വർഷത്തിലേക്കുള്ള കുതിപ്പിലാണിപ്പോൾ. തുടർഭരണമെന്ന ചരിത്രം കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുന്ന ഇടപെടലുകൾ, സമാനതകളില്ലാത്ത വികസനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളുമൊക്കെ നടപ്പിലാക്കിയത് 4ാം വർഷത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനം വിഴിഞ്ഞം തുറമുഖം എന്നീ കേരളത്തിന്റെ വികസനത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒട്ടനവധി പദ്ധതികളാണ് ഈ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇന്നാണ് ആ ദിവസം. 2021 മെയ് 20 LDF വീണ്ടും അധികാരത്തിലേറിയ ദിനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ 21 മന്ത്രിമാരും അത് യാഥാർത്ഥ്യമാക്കി. ആദ്യ പിണറായി സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ ചെലുത്തിയത്? അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെയാണ് ഇത്തവണയും മുന്നോട്ടു പോകുന്നത്. പ്രത്യേകിച്ച് വികസനത്തിന്റെയും ക്ഷേമ പ്രവർത്തനങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആദ്യ പിണറായി സർക്കാർ പുലർത്തിയിരുന്നു. ആ ഒരു നിലപാട് തന്നെയാണ് ഇത്തവണയും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. 4ാം വർഷത്തിലേക്ക് ചുവടുകൾ വെക്കുമ്പോൾ സർക്കാർ 2016 1ാം വർഷത്തിലേക്ക് പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന വർഷമായി 4ാം വർഷം മാറാൻ പോവുകയാണ്. നിലവിൽ 80% പണികൾ പൂർത്തിയാക്കിയ ദേശീയ ജലപാതയും ഈ വർഷം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ദേശീയപാത 66 ഗെയിൻ പൈപ്പ് ലൈനും K4 പദ്ധതിയും നിർമ്മാണ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കേരളം കുതിക്കുകയാണ്. ലൈഫ് പദ്ധതി വഴി 5 ലക്ഷം വീട് അനുവദിച്ചതിൽ 4 ലക്ഷത്തിലധികം വീടാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 1ാം പിണറായി സർക്കാർ 5 വർഷത്തിൽ 1,77,101 പട്ടയങ്ങൾ വിതരണം ചെയ്തപ്പോൾ 2ാം പിണറായി സർക്കാർ 3 വർഷത്തിനുള്ളിൽ 1,53,103 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 32 ലക്ഷം പേർക്ക് 600 രൂപ വീതം പെൻഷൻ വിതരണം ചെയ്തെടുത്ത് ഇപ്പോൾ 1,600 രൂപ വീതം 62 ലക്ഷം പേർക്കാണ് പിണറായി സർക്കാർ നൽകുന്നത്. ക്ഷേമ പെൻഷൻ മുടക്കാൻ കേന്ദ്രം കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും കഴിഞ്ഞ മാസവും 3 ഗഡുവായി പെൻഷൻ സർക്കാർ ഉറപ്പാക്കിയിരുന്നു. ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും ജനങ്ങൾക്കെതിരെയാക്കുക എന്ന അജണ്ടയാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനം. തീരദേശ മേഖലകളിലെയും മലയോര പ്രദേശങ്ങളിലെയും ഹൈവേകളിലെയും നിർമ്മാണം പുരോഗമിക്കുന്നതിനൊപ്പം നിരവധി സംസ്ഥാന പാതകളും ഉന്നത നിലവാരത്തിലേക്കെത്താൻ ഈ കുറഞ്ഞ കാലയളവിൽ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമായതും ഈ വർഷമാണ്. 1ാം പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ ഇപ്പോഴത്തെ പിണറായി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വ്യവസായം, IT മേഖലകളിലെ കുതിപ്പ് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കാലയളവിൽ കഴിഞ്ഞു എന്നത് സർക്കാരിന്റെ വലിയൊരു നേട്ടമാണ്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കുകയും IT മേഖലയിൽ 100-ലധികം കമ്പനികളെ പുതിയതായി എത്തിക്കാനും 10,000-ലധികം തൊഴിലവസരം സൃഷ്ടിക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞു. ഒറ്റ വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ 57,400 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടും കേരളം പതറിയില്ല. സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന വേർതിരിവുകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹി സമരം നടത്തിയിട്ടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടും മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിനോടുള്ള അനീതിയാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾ പുലർത്തുന്ന അനീതിയാണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നിലപാട് തന്നെയാണ് 2ാം പിണറായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്.